ഹായ്. റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ. ലാ ലീഗയിൽ ആര് കപ്പെടുക്കുംന്ന് ചോദിക്കുമ്പോൾ ഈ 2 പേരുകളൊക്കെ നമുക്ക് പറയേണ്ടത്. കാരണം ഈ സീസണില് ആകെ ഒറ്റൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഇവര് ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ ഒപ്പം സിയാദുണ്ട്. ഒരു ഫുട്ബോൾ ഫാനാണ്. അതെ. അപ്പോൾ ഒരു ന്യൂട്രൽ ഫാൻ എന്ന നിലയിൽ ഈ സീസണിലെ ഒരു ലാ ലീഗയിലെ ടൈറ്റിൽ റേസ് ഇപ്പോൾ ഒറ്റ പോയിന്റ് വ്യത്യാസമാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ടൈറ്റിൽ റേസിനെ പറ്റി തോന്നുന്നത്? ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഇപ്പോൾ റയലിനെ ഈ 2 ടീമിനും ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേറൊരു ടീമിനും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ടേബിളിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ റയലും ബാഴ്സയും ഇഞ്ചോടിഞ്ച് പോരാടുന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ റയൽ മാഡ്രിഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സാബിയായിട്ടുള്ളൊരു ഇഷ്യൂ വരുന്നു, കോച്ച് പോകുന്നു, പുതിയ കോച്ച് കൊണ്ടുവരുന്നു. എന്നിട്ടും അവർക്ക് ബാഴ്സലോണയെ ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബാക്കി പ്ലേയേഴ്സിൻ്റെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിനി ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും ഇപ്പോൾ ഒരു വൺ മാൻ ആർമി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റയലിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് റയൽ ഇപ്പോൾ ഗോൾ സ്കോറിങ്ങിലാണെങ്കിലും റയലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എംബാപ്പയാണ്. അപ്പോൾ ലാലിഗയിലുള്ള ചാൻസസ് വെച്ച് നോക്കുകയാണെങ്കിൽ UCLൽ ഏത് ടീം കൂടുതൽ ഫോർവേഡ് ആയിട്ട് പോവും എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും. കാരണം അതിലിപ്പോൾ 2 ടീമും ഉണ്ട്. എന്നാലും ഇപ്പോൾ റയൽ പ്ലേ ഓഫ് കളിക്കുന്ന ഇപ്പോൾ ബെനഫിക്ക ആയിട്ടുള്ള മാച്ചസ് ആണെങ്കിലും പ്രീവിയസ് മാച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ ഏത് ടീമാണോ എക്സിറ്റ് ആവുന്നത് ആ ടീമിന് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഇപ്പോൾ ലാലിഗയിലാണെങ്കിലും ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സീസൺ നമുക്കൊരു ഡിഫൈനിങ് രീതിയിൽ എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഞാൻ കുറച്ചുകൂടി ഒരു ചാൻസ് കാണുന്നത് ബാഴ്സലോണയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ അർബലോയെ കുറിച്ച് സംസാരിക്കാം നമുക്ക്. അപ്പോൾ ഒരു റോളർ കോസ്റ്റർ സീസണിലൂടെ ഇനി അതെ, അതെ, റയൽ അതെ, മാഡ്രിഡ് പോയത്. ആദ്യം കുറച്ച് ഹൈയിൽ വരുന്നു, അതെ, പിന്നെ അത്ലറ്റിക്കോയിൽ നിന്ന് തോക്കുന്നു, അതെ, അതെ, പിന്നെ തിരിച്ച് ആദ്യം വരുന്നു എൽ ക്ലാസിക്കോ ജയിക്കുന്നു, അതെ, പിന്നെ സൂപ്പർ ക്ലാസിക്കോ ഫൈനലിൽ അതെ, തോക്കുന്നു, അതെ, സൂപ്പർ കപ്പ് ഫൈനലിൽ തോക്കുന്നു, തോൽക്കുന്നു. സാബി അലോൺസോ പുറത്താകുന്നു, അർബലോ വരുന്നു. അതെ, അത് കഴിഞ്ഞ് മറ്റേ അവര് കോപ്പ ഡെൽ റേയില് തോക്കുന്നു, ചെറിയൊരു തോൽക്കുന്നു. ടീമിന്റെ അതെ, കൂടെ അതെ, അതെ. തോക്കുന്നു. പിന്നെ ആദ്യ ഒരു 6-1 ഒരു ഡോമിനന്റ് ഫിനിഷ്. ഡോമിനന്റ്. അതെ, 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 പിന്നെ ബെൻഫിക്കയുടെ കൂടെ അപ്പോൾ ആ റോളർ കോസ്റ്റർ സീസണിന്റെ ഇടയിൽ കോച്ചും മാറി വന്നു. അതെ. ഈ ആർബലോയുടെ അണ്ടറിൽ വന്ന് നോക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആർബലോയുടെ സിസ്റ്റം എന്ന് പറയുന്നത് യർഗൻ ക്ലോപ്പിന്റെ ആ ഒരു ആ ഈഗൽ ഒരു പ്രസിനോട് ശൈലിയിൽ. അതെ, അതെ, ഒരു ശൈലി ചേർന്ന് വരുന്ന ഒരു അതെ, 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 സ്റ്റൈലാണ്. അതെ. അപ്പോൾ ആ ഒരു ശൈലിയുടെ ഒരു ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് കുറെ ഗോൾസ് കൺസീഡ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ അതെ, 7 മാച്ചസിലാകെ 2 മാച്ചസിൽ അങ്ങോട്ടാണ് റയൽ ഗോൾ കൺസീഡ് ചെയ്യാണ്ടിരുന്നിട്ടുള്ളൂ. അതെ, അതെ, അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ഗോൾസ് ഉണ്ടാവേണ്ടത് ഭയങ്കര ഒരു അതെ, ഇതാണ്. അതെ, അപ്പൊ അതെ. ആർബലോയുടെ അണ്ടറിലുള്ള റയലിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ് എ ടീം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ടീമിൻ്റെ മെൻറ്റാലിറ്റി നോക്കുകയാണെങ്കിലും ഇപ്പോൾ സാബിയായിട്ടുള്ള പ്ലേയേഴ്സിനുണ്ടായ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലെയർ ഒരിക്കലും ഒരു ക്ലബിൻ്റെ മുകളിലല്ല എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഡിസ്കഷൻസ്, ഡ്രസ്സിംഗ് റൂമിലുള്ള ഇഷ്യൂസ്, കാര്യങ്ങൾ, ഈ ഒരു രീതിയിൽ പോകുന്ന ഒരു ക്ലബ്ബ് ഇപ്പോഴും ആക്റ്റീവായിട്ട് ഒരു ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവരിപ്പോൾ സെക്കൻഡിലാണ് ഒരു പോയിന്റ് ഡിഫറൻസിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ടീമിൻ്റെ ഒത്തിണക്കം മാത്രമല്ല, അതിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഉണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ എംബാപ്പയുടെ കാര്യം തന്നെ. ആ ഒരു രീതിയിലുള്ള ഇൻഡിവിജ്വലി അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ആസ് എ ടീം എന്നുള്ള രീതിയിൽ ഇപ്പോൾ റയൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ ആർബലോക്ക് എങ്ങനെ ഈ ടീമിനെ ഇപ്പോൾ ഒരുപാട് ബിഗ് പ്ലേയേഴ്സ് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മാനേജർക്ക് ആ എല്ലാ പ്ലേയേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പല രീതിയിലുള്ള ഈഗോ ഇഷ്യൂസ് വരുന്നതാണ്. ഇപ്പോൾ വിനി ആണെങ്കിലും അതേപോലെ എംബാപ്പെ ആണെങ്കിലും ബെല്ലിങ്ങാം ആണെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഈ ബിഗ് പ്രൊഫൈൽ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സാബി പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ഒരു രീതിയിൽ ആർബലോക്ക് ആ ഒരു രീതിയിൽ ഒരു ഒത്തിണക്കത്തോട് കൂടിയിട്ട് ടീമിനെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഈ വരുന്ന ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഇപ്പോൾ ചാൻസസ് പോയിട്ടില്ല. ഈ രീതിയിൽ ഈ എക്സാക്ട്ലി ആ ഒരു റോളർ കോസ്റ്റർ സീസൺ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ പ്ലേയേഴ്സിനെ ആ ഒരു രീതിയിൽ പുള്ളിക്ക് കമ്പയിൻ ചെയ്തിട്ട് ആസ് എ ടീം എന്നുള്ള രീതിയിൽ ആ ഒരു ഒത്തിണക്കം കാണിക്കാൻ പറ്റുകയാണെങ്കിൽ റയലിന് തീർച്ചയായിട്ടും ഈ സീസണിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അതിനുള്ളൊരു ടൈം ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ സ്റ്റാർട്ട് ചെയ്തു. എന്നിരുന്നാൽ പോലും ആ ഒരു ടീം ആ ഒരു ഡ്രസ്സിംഗ് റൂം ടോക്കായാലും ഈ ബിഗ് പ്രൊഫൈൽ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്ന രീതിയിലായാലും ആ ഒരു ആസ് എ ടീം എന്നുള്ള രീതിയിൽ അവരൊരു ഒത്തിണക്കത്തോടു കൂടി കൊണ്ടുപോകാൻ ആർബലോക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും റയലിന് നല്ലൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ സീസണിൽ റയലിന്റെ ഒരു 50% ഗോൾസ് അതെ, അടിച്ചു കൂട്ടിയത് ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ അതെ, കാര്യം അതെ, പറഞ്ഞു. അതെ, 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 എംബാപ്പയാണ്. ഐ തിങ്ക് 38 ഗോൾസ് അങ്ങോട്ട് ഇതുവരെ അതെ, അടിച്ചിട്ടുണ്ട്. അതെ, ആകെ റയൽ മൊത്തത്തിൽ അടിച്ചത് 79 ഗോൾസ് ആണ്. അതെ, അപ്പൊ അതെ, അതിന്റെ അതെ. ഏകദേശം ഒരു അതിന്റെ ഒരു 50% 50% കോൺട്രിബ്യൂട്ട് എംബാപ്പെ ചെയ്തിട്ടുണ്ട്. തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ എംബാപ്പയെ കുറിച്ച് അർബലോ കഴിഞ്ഞൊരു മത്സരം കഴിഞ്ഞപ്പോൾ ഉം. വലൻസിയായിട്ടുള്ള മത്സരം കഴിഞ്ഞപ്പോൾ അർബലോ പറഞ്ഞത് ഏഹ്, റയൽ മാഡ്രിഡിൽ റൊണാൾഡോന്റെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്ന. പ്ലെയർ അതെ, അത് എംബാപ്പെ ആയിരിക്കും അതെ, 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 എന്നിട്ട് പറയലുണ്ടായി.
അപ്പൊ അതിനോടെന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും എംബാപ്പയ്ക്കാണെങ്കിലും ആ ഒരു ലെഗസി തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. കാരണം പുള്ളിയുടെ ഒരു ഐഡലാണ്. ചെറുപ്പത്തിലേ പുള്ളി റൊണാൾഡോയുടെ ഒരു ഫാനാണ്. പുള്ളി വന്ന സമയത്താണെങ്കിലും ആ ഒരു പ്ലെയർ അനൗൺസ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും എക്സാക്ട്ലി റൊണാൾഡോ എന്താണോ ചെയ്തത് അത് തന്നെയാണ് പുള്ളിയും ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ മൈൻഡിൽ തന്നെ ആ ഒരു സംഭവം ഉണ്ട്. ആ ഒരു ലെഗസി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്തിട്ട് അധികം തന്നെ 7ാം നമ്പർ മാത്രം ഇതുവരെ അതെ. കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അതെ, അതെ. അത് കിട്ടി. പക്ഷേ ആ ഒരു രീതിയിൽ തന്നെ പുള്ളിയുടെ ആഗ്രഹം അതാണ്. ഇപ്പോൾ ഒരു ബാലൺ ഡിയോർ വിൻ ചെയ്യണം. ആ ഒരു രീതിയിൽ റയലിന് എന്നും ഇതേപോലെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉള്ളൊരു സ്റ്റാർ സ്റ്റഡഡ് ടീം തന്നെയാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഹൈ പ്രൊഫൈൽ പ്ലെയറാണ്. അതേ രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാക്ട്ലി ഇപ്പോൾ നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ റൊണാൾഡോ അച്ചീവ് ചെയ്തതിൻ്റെയും മുകളിലാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ സ്കോർ റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതന്നെയാണ് പുള്ളിയുടെയും ആഗ്രഹം, ആ ഒരു രീതിയിൽ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആർബലോഗ് ബാക്കി ടീമിനെയും കൂടി ഇപ്പോൾ ഒരു എംബാപ്പയെ മുന്നിൽ വെച്ചിട്ട് ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ, പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈഗോ ക്ലാഷസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ടീമിനെ ആ ഒരു രീതിയിൽ ബിൽഡ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ലാ ലീഗയിലാണെങ്കിലും ഈ ഒരു രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ബാലൺ ഡിയോർ വിൻ ചെയ്യാൻ പറ്റുന്ന, റയലിൽ നിന്ന് തന്നെ ഒരു ബാലൺ ഡിയോർ നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞു എറൻ ക്ലോപ്പിന്റെ ഒരു സിസ്റ്റം പോലെയാണ് അതെ, അതെ, ആർബലോ അതെ. ആ കളിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം. സിസ്റ്റത്തിൽ കുറെ ഗോൾസ് കൺസീഡ് ചെയ്യലുമുണ്ട്. അതെ, അതുപോലെ തന്നെ നമ്മൾ ആ എറൻ ക്ലോപ്പിന് ലിവർപൂളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഗോൾസ് കുറെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നല്ലോ, സല, അതെ, അതെ, മാനെ, അതെ. ഫിർമീനോ. ആ മാനെ, ഒരു ഫെർമിനോ. ഫ്രണ്ട് ത്രീയിൽ സലയാണ് കൂടുതൽ ഗോൾ അടിച്ച് അതെ. എടുക്കുന്നതിലും, പക്ഷെ ബാക്കിയുള്ള ആ രണ്ട് പ്ലെയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. വലിയ രീതിയിൽ അതിൽ ആ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സല അടിക്കാത്ത ദിവസങ്ങളിൽ അതെ, മാനെ ഒരു ക്ലച്ച് പെർഫോമൻസ് പുറത്തെടുക്കുന്നു. അപ്പോൾ അതെ. റയലിന് അങ്ങനെ ഒരു ഇതില്ലാത്തൊരു രീതിയിൽ അപ്പോൾ ഇംബാപ്പെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള പ്ലെയേഴ്സും ആ ഒരു ഫൈനൽ ഗോളിലേക്ക് തേർഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് വെച്ച് നോക്കുകയാണെങ്കിലും ആ ഒരു കോൺട്രിബ്യൂഷൻസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസ് എ ടീം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിങ്ങേഴ്സാണ് വിനിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇപ്പോൾ ബാക്ക് ടു ഫോം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കോറിങ്ങിൽ പക്ഷേ ഓവറോൾ പ്ലേയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലിങ്കപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ എംബാപ്പയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ത്രീ എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി പ്ലേയേഴ്സും കൂടെ ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ, അതായത് ആർബലോക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, കാരണം നമുക്ക് ഇത് ഓൺ ദ ഫീൽഡ് അല്ലാതെ തന്നെ ഈ പ്ലേയേഴ്സ് തമ്മിൽ, നമ്മളിപ്പോൾ ലിവർപൂളിൻ്റെ കാര്യം പറഞ്ഞു, ആ മാനെ, സലാഹ്, ഫെർമിനോ, അവർ ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ അസിസ്റ്റ് ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ MSN കളിച്ച രീതിയിലോ, അല്ലെങ്കിൽ ആ 3 പ്ലേയേഴ്സ് തമ്മിലുള്ളൊരു ലിങ്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ അടിച്ചിട്ടില്ലെങ്കിലും പുള്ളി സ്കോർ ചെയ്യണം, ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്ന രീതിയിൽ ആ ഒരു ഒത്തിണക്കത്തോട് കൂടിയിട്ട് ആ ഒരു ഫ്രണ്ട് ത്രീ അവർക്ക് സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ, അതാണ് ആർബലോവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക്. ആ ഒരു രീതിയിൽ ആ ടീമിനെ കൊണ്ടെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച രീതിയിൽ തന്നെ, കാരണം എംബാപ്പെ, വിനി വേൾഡ് ക്ലാസ് പ്ലേയേഴ്സാണ് എല്ലാവരും. അപ്പോൾ ആ ഒരു രീതിയിൽ ടീമിനെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്.